നമുക്ക് ഡൗട്ടായിട്ട് വന്നതാണ്. RPF SA 2026 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ട്രേഡർ ഗീവ്സ് 5% ഡിസ്കൗണ്ട് ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ആൻഡ് ഗീവ്സ് 4 articles ഫ്രീ ഫോർ ബൈയിങ് 14 articles ആൻഡ് ഗെയിൻസ് 33% ഇൻ ദ എൻ്റയർ ട്രാൻസാക്ഷൻ. അസ്യൂമിങ് കസ്റ്റമർ പേസ് ഫോർ 14 articles, ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് പ്രൈസിനേക്കാളും എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ റേഷ്യോ വേണം. അപ്പോൾ അത് നമുക്ക് മാർക്കറ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ അത് 5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 5% 1/20 ആണ്. 20 മാർക്കറ്റ് പ്രൈസ് എങ്കിൽ 19 വിൽക്കുന്നത്. രണ്ടാമത്തെ കേസിൽ പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് മാർക്കറ്റ് പ്രൈസും ഇത് സെല്ലിംഗ് പ്രൈസുമാണ്. രണ്ടാമത്തെ കേസിൽ 4 articles ഫ്രീ ഫോർ ബൈയിങ് 14 articles, അതായത് 4 ആർട്ടിക്കിളാണ് ഫ്രീ കൊടുക്കുന്നത്. കടക്കാരനെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ നിന്നും 18 എണ്ണമാണ് പോകുന്നത്. അപ്പോൾ 18 എണ്ണത്തിൽ 4 എണ്ണം അതെന്ന് പറഞ്ഞാൽ 2/9 ആണ്. അതായത് 9 എണ്ണം അയാൾ വിൽക്കുവാണെങ്കിൽ 9/2 2/9 ആണ് അവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2/9 എന്ന് പറഞ്ഞാൽ 11.11 ആണ്. ഇപ്പോൾ 2/9 ആണ് അവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 9 മാർക്കറ്റ് പ്രൈസ് എങ്കിൽ അയാൾ എത്ര വിൽക്കുന്നത്? 7 അത് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ എന്ത് കിട്ടും? 20 × 9 180 മാർക്കറ്റ് പ്രൈസ് എങ്കിൽ വിൽക്കുന്നത് എത്രയാണ്? 133. ഇതാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ വെച്ച് കിട്ടിയത്. എന്നാൽ ഇവിടെ 14 എണ്ണമാണ് അയാൾ വാങ്ങുന്നത്, ഇവിടെയും 14 എണ്ണമാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ കേസ് തന്നെയാണ് പറയുന്നത്. പക്ഷേ അയാൾ ഗെയിൻ ചെയ്യുന്നത് എത്രയാണ്? 33% ഗെയിനാണ്. 33% അവിടെ ഗെയിൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആവണം? 133 ആവണം. അപ്പോൾ ഇവിടെ പറയുന്നു സെല്ലിംഗ് പ്രൈസ് 131, ഇവിടെയും പറയുന്നു സെല്ലിംഗ് പ്രൈസ് 131. അപ്പോൾ എന്തായി? സെല്ലിംഗ് പ്രൈസ് സെയിം ആയി. അപ്പോൾ നമുക്ക് പറയാം കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 180 ആണ്. അപ്പോൾ എത്ര ശതമാനമാണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്? 80% മാർക്കപ്പ് ചെയ്തേക്കുവാണ്. അപ്പോൾ 80% നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആദ്യമേ ഈ ഒരു മാർക്കറ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചു. ഒന്നാമത്തെ കാര്യം നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ ഉള്ളതും പിന്നെ ഈ ഒരു ഫ്രീ കൊടുക്കുന്നത് ശ്രദ്ധിച്ചാണ്. അപ്പോൾ 4 എണ്ണമാണ് ഫ്രീ കൊടുക്കുന്നതെങ്കിൽ 4 എണ്ണം ഫ്രീ കൊടുക്കുന്നു. ടോട്ടൽ എത്രയാണ്? 18 എണ്ണം അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നു. അപ്പോൾ 2/9 ആണ് ഫ്രാക്ഷനിൽ ആ ഒരു ഡിസ്കൗണ്ടിനെ സൂചിപ്പിക്കുന്നത്. അതായത് അയാളുടെ കയ്യിൽ നിന്നും 9 മാർക്കറ്റ് പ്രൈസാണ് പോകുന്നതെങ്കിൽ അയാൾ എത്ര? 2 എണ്ണം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൽ 7 എണ്ണത്തിൻ്റെ പൈസ അയാൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സെല്ലിംഗ് പ്രൈസ് 131, ഇവിടെ 131. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇതിനെ സെയിം ആക്കണമായിരുന്നു. എന്നിട്ട് നമ്മൾ കോസ്റ്റ് പ്രൈസിൻ്റെയും മാർക്കറ്റ് പ്രൈസിൻ്റെ റേഷ്യോ അതാണ് നമുക്ക് വേണ്ടത്. കോസ്റ്റ് പ്രൈസിൻ്റെയും മാർക്കറ്റ് പ്രൈസിൻ്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അത് 100 180 കിട്ടും. ഈസി ആയിട്ട് നിങ്ങൾക്ക് 80% കൂടുതലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക. നല്ല ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തത്. യെസ്.